വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യം പഠിച്ചത് ഓസിലേഷൻ എന്നാൽ എന്താണെന്നാണ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി. ഓസിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വരും? ഞാൻ പറഞ്ഞു, ഒരു ഓസിലേഷൻ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട എന്താണ്? ഒരു ഊഞ്ഞാലാടുന്നതോ, അല്ലെങ്കിൽ ഒരു പെൻഡുലം ആടുന്നതോ, അല്ലെങ്കിൽ ഒരു ഫാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതോ എന്ത് വേണോ നിങ്ങൾക്ക് പറയാം. നമുക്കൊരു എക്സാമ്പിളായിട്ട് പെൻഡുലം എടുക്കാം അല്ലെ. ഒരു പെൻഡുലം, ഇതാണ് സിമ്പിൾ പെൻഡുലം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഈ ഇരിക്കുന്ന പൊസിഷനാണ് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വിലിബ്രിയം പൊസിഷൻ അക്രോസ് ആയിട്ട് ടു ആൻഡ് ഫ്രോ അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഈ ഒരു പീരിയോഡിക് മോഷനെയാണ്, അല്ലെങ്കിൽ പീരിയോഡിക് മോഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓസിലേഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഓസിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റ് ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ടു ആൻഡ് ഫ്രോ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പീരിയോഡിക്കായിട്ട് റെഗുലർ ഇൻ്റർവെല്ലിൽ മൂവ് ചെയ്താൽ അതിനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓസിലേഷൻ പറയുന്ന സമയത്ത് ഈ പറയുന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മാക്സിമം എത്ര ദൂരമാണ് ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചത്, അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് അഥവാ സ്മോൾ എ കൊണ്ട് ഡിനോട്ട് ചെയ്തു. ആംപ്ലിറ്റ്യൂഡ് നമ്മൾ അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആയിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിലോട്ടോ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് എത്താനായിട്ട് എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ പീരീഡ് അല്ലെങ്കിൽ സിമ്പിളായി ടൈം പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ അളക്കുന്നത് സെക്കൻഡിലാണ്. അങ്ങനെ ഒരു സെക്കൻഡ് സമയം കൊണ്ട് എത്ര തവണയാണ് ഈ പറയുന്ന ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹെഡ്സ് ആയിരുന്നു അല്ലേ. ഒരു സെക്കൻഡ് സമയം കൊണ്ട് എത്ര തവണയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഫ്രീക്വൻസി എന്ന് വിളിച്ചത്. ഏതൊരു ഒബ്ജക്റ്റിനും അതിൻ്റേതായ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ സ്കൂളിലെ ബെല്ല്, അപ്പോൾ സ്കൂൾ ബെല്ല് നമ്മൾ ഒരു തവണ അടിച്ചു കഴിഞ്ഞാൽ ആ പറയുന്ന വസ്തു ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും അല്ലേ. എന്നാൽ അതേ ശബ്ദമല്ല നമ്മൾ തടിയിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം ഓരോ ഒബ്ജക്റ്റും നമ്മൾ ഫോഴ്സ് കൊടുത്ത് കഴിയുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നത് അതിൻ്റേതായ ഒരു ഫ്രീക്വൻസിയിലായിരിക്കും. അതിനെയാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ എന്നാൽ ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് കൊണ്ടുവന്ന്, അതായത് വിറയ്ക്കുന്ന ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവന്ന് നമ്മൾ ഇതിലോട്ടൊരു വൈബ്രേഷൻ എന്ത് ചെയ്യാണ്? ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്, കൊണ്ടുവരികയാണെങ്കിൽ അതിനാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു? മറ്റൊരു ഒബ്ജക്റ്റിൽ അടുപ്പിക്കുന്നു. അതായത് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് മറ്റൊരു വൈബ്രേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് വെച്ച് നിങ്ങളുടെ ഫോണിൽ വൈബ്രേറ്റ് ചെയ്യുന്ന കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങളുടെ ഫോൺ ഒരു ടേബിളിൽ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഫോണിൽ കോൾ വരുമ്പോഴത്തേക്കും അതിൽ വൈബ്രേഷൻ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യും. നിങ്ങൾ ആ ഒരു ബെഞ്ചിലാണ് അത് വെച്ചേക്കുന്നത്. നിങ്ങൾ ആ ബെഞ്ചിൻ്റെ മറ്റൊരു വശത്ത് തല വെച്ച് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബെഞ്ചിലൂടെ ആ വൈബ്രേഷൻ വരുന്നത് അറിയാൻ പറ്റും അല്ലേ. അത് എന്തിന് എക്സാമ്പിളാണ്? ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ എക്സാമ്പിളാണ്. ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നു, ആ വൈബ്രേഷൻ ഈ പറയുന്ന തടിയിലേക്ക് കിട്ടുന്നു. അപ്പോൾ കിട്ടുന്ന വൈബ്രേഷൻ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. എന്നാൽ ചില സാഹചര്യത്തിൽ നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും നമ്മൾ ഈ ഫോഴ്സ് ചെയ്ത് കൊടുക്കുന്ന ഫ്രീക്വൻസിയും ഒരുപോലെ ആകും. അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ആ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസോണൻസ് എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ബന്ധപ്പെട്ട ചോദ്യങ്ങളും ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വേവ് മോഷനാണ്. അപ്പോൾ വേവ് മോഷൻ എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളൊക്കെ തന്നിട്ടുണ്ട്. ആദ്യം ഈ എക്സാമ്പിൾ നോക്കാം, എന്നിട്ട് ഇതിനേക്കാളും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു ഗ്ലാസ് ട്യൂബ് നിങ്ങൾ എടുക്കുന്നു. ഗ്ലാസ് ട്യൂബിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? തെർമോകോളിൻ്റെ ബോളുകൾ ഇടുകയാണ്. ഓക്കെ, തെർമോകോൾ എന്ന് വെച്ചാൽ അറിയാലോ, വെയിറ്റ്ലെസ് ആയിട്ടുള്ള ബോളുകൾ ഇടുകയാണ്. അതിൻ്റെ ഒരു എൻഡിലേക്ക് നിങ്ങൾ എന്ത് വയ്ക്കുകയാണ്? ഒരു സ്പീക്കർ വെച്ചിട്ട് അതിലേക്ക് പാട്ടിടുമ്പോഴത്തേക്കും ഈ പറയുന്ന തെർമോകോൾ ബോളുകൾ ഒരു പ്രത്യേക രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ വൈബ്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഈ പാർട്ടിക്കിൾസ് അടുത്തടുത്തായിട്ട് നിൽക്കുന്നതും, അടുത്ത സ്ഥലത്ത് കുറച്ച് ദൂരെയായി നിൽക്കുന്നതും, വീണ്ടും അടുത്തടുത്തായിട്ട് നിൽക്കുന്നതും, വീണ്ടും ദൂരെയായിട്ട് നിൽക്കുന്നതും, വീണ്ടും അടുത്തടുത്തായിട്ട് നിൽക്കുന്നതും, വീണ്ടും ദൂരെയായിട്ട് നിൽക്കുന്നതും. അതായത് ചില സ്ഥലങ്ങളിൽ പ്രഷർ കൂടി അടുത്തടുത്തായിട്ട് നിൽക്കുന്നതായിട്ടും ചില സ്ഥലങ്ങളിൽ പ്രഷർ കുറഞ്ഞ് നിൽക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മളിവിടെ സൗണ്ട് എന്ന് പറയുന്ന എനർജി അല്ലേ, ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? ഒരു എനർജിയാണ്. ഈ പറയുന്ന സൗണ്ട് എനർജി ഒരു വേവും കൂടെയാണ്, അത് പിന്നെ പറയാം. അപ്പോൾ ശബ്ദം എന്ന് പറയുന്ന ഒരു ഊർജ്ജമാണല്ലോ, എനർജിയാണല്ലോ. ആ എനർജി ഇവിടെ കൊടുത്തപ്പോൾ ആ എനർജി എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ബോളുകളുടെ വൈബ്രേഷനിലൂടെ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബോളുകളുടെ
ഓസിലേഷനിലൂടെ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഇത് എന്തിന് എക്സാമ്പിളാണ്? ഒരു വേവ് മോഷന് എക്സാമ്പിളാണ്. എന്തിന് എക്സാമ്പിളാണ്? ഒരു വേവ് മോഷൻ എക്സാമ്പിളാണ്. കുറച്ചുകൂടി സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഒരു ബീക്കർ എടുക്കുകയാണ്, ആ ബീക്കറിലേക്ക് നിങ്ങൾ നിറച്ച് വെള്ളം എടുക്കുകയാണ്, എന്നിട്ട് ഈ പറയുന്ന വെള്ളത്തിലേക്ക് ഒരു കഷ്ണം പേപ്പർ നമ്മൾ ഇട്ടു. എന്നിട്ട് നമ്മൾ ഇവിടേക്ക് എന്ത് ചെയ്യുകയാണ്, ഒരു കല്ലെടുത്തിടുകയാണ് അല്ലെ. കല്ലെടുത്തിടുമ്പോഴത്തേക്കും ഈ കല്ല് ഈ പറയുന്ന വെള്ളത്തിന് എന്താണ് കൊടുക്കുന്നത്? എനർജിയാണ് കൊടുക്കുന്നത് അല്ലെ. അത് ഡിസ്റ്റർബൻസ് ആണെങ്കിലും അത് എനർജിയാണ് അല്ലേ. അപ്പോൾ ഈ എനർജി ഇവിടെ കൊടുക്കുന്ന കാരണം എന്താ സംഭവിക്കുന്നത്? ഇവിടെയുള്ള പാർട്ടിക്കിൾസിന് എനർജി കിട്ടുന്നു അല്ലേ. ആ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ മൂവ് ചെയ്യും. ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനല്ലേ നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന പാർട്ടിക്കിൾ തൊട്ടടുത്തിരിക്കുന്ന പാർട്ടിക്കിളിന് എനർജി ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. അവൻ തൊട്ടടുത്തിരിക്കുന്ന പാർട്ടിക്കിളിന് എനർജി ട്രാൻസ്ഫർ ചെയ്യും. അവൻ തൊട്ടടുത്തിരിക്കുന്ന പാർട്ടിക്കിളിന് എനർജി ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഈ പറയുന്ന എനർജി ഈ പറയുന്ന ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുവാണ്? ട്രാൻസ്ഫർ ചെയ്യുവാണ്. ആണോ അല്ലേ? ഇത്തരത്തിൽ എനർജിക്ക് നടക്കുന്ന ട്രാൻസ്ഫറിനെയാണ് നമ്മൾ വേവ് മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനാണ് ഞാൻ ഈ പേപ്പർ കഷ്ണം ഇട്ടത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഈ പേപ്പർ കഷ്ണം മുകളിലോട്ടും താഴോട്ടും അല്ലേ. നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ വേവ്സ് ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുമെങ്കിലും സത്യത്തിൽ അവിടെയുള്ള പാർട്ടിക്കിൾസ് എങ്ങനെയാണ് മുകളിലോട്ടും താഴോട്ടും ഒക്കെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാനാണ് നമ്മളൊരു പേപ്പർ കഷ്ണം ഇട്ട് കൊടുക്കുന്നത്. ആ പേപ്പർ കഷ്ണം എന്ത് ചെയ്യും? മുകളിലോട്ടും താഴോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇത്തരത്തിൽ എനർജിക്ക് നടക്കുന്ന ട്രാൻസ്ഫർ നടക്കുന്ന ഒരു രീതിയാണ് നമ്മൾ വേവ് മോഷൻ എന്ന് വിളിക്കുന്നത്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി എന്ന് വെച്ചാൽ എന്താ? എനർജി അല്ലേടാ ഇവിടെ കിട്ടിയത്. ആ എനർജി അല്ലേ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തല്ലേ. ഈ പറയുന്ന വാട്ടർ മോളിക്യൂൾസിന് ചുമ്മാ വട്ടൊന്നുമില്ലല്ലോ മുകളിലോട്ടും താഴോട്ടും വെറുതെ കിടന്ന് മൂവ് ചെയ്യാനായിട്ട്. അവൻ അങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അവിടെ എന്ത് കിട്ടുന്നുണ്ട്? ആരോ ഒരു അപ്പുറത്തൊരുത്തിന് എനർജി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനർജിയുടെ എന്ത് ചെയ്യാണ്? പ്രൊപ്പഗേറ്റ് ചെയ്യാണ്. എങ്ങനെ? ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക്. എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ത്രൂ ദ ഓസിലേഷൻസ് അല്ലെ. പാർട്ടിക്കിൾസിൻ്റെ ഓസിലേഷൻ കാരണം മൂവ് ചെയ്താൽ അതിനെയാണ് നമ്മൾ വേവ് മോഷൻ എന്ന് വിളിക്കുന്നത്. അർത്ഥം മനസ്സിലാക്കി പഠിക്കണം. സോ കണ്ടിന്യൂസ് ആയി എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക്. കണ്ടിന്യൂസ് ആയിട്ട് എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക്. എങ്ങനെ? അതിലുള്ള പാർട്ടിക്കിളിൻ്റെ ഓസിലേഷൻ കാരണം. അത് മുകളിലോട്ടും താഴോട്ടും ഓസിലേറ്റ് ചെയ്യാം, നേരെയും കുറുകെ ഓസിലേറ്റ് ചെയ്യാം, അത് വേറെ കാര്യം. പക്ഷേ ഓസിലേഷനിലൂടെ അവിടെ എന്ത് ചെയ്യുന്നു? എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേവ് മോഷൻ എന്ന് വിളിക്കുന്നത്. ഈ സ്പ്രിങ് നമ്മൾ നോക്കുകയാണ് അടുത്തൊരു എക്സാമ്പിളായിട്ട്. ഈ സ്പ്രിങ് നമ്മളിങ്ങനെ നീട്ടി പിടിച്ചേക്കുകയാണ്. എന്നിട്ട് ഒരു വശത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ തട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്ത് കാണാൻ പറ്റും? ഈ സ്പ്രിങ് ഇങ്ങനെ കംപ്രഷൻ അല്ലെ ഇങ്ങനെ ചേർന്ന് നീങ്ങി ഇങ്ങനെ അത് ട്രാവൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇനി അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മളൊരു നൂലിങ്ങനെ വെറുതെ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? നമ്മളിങ്ങനെ കെട്ടി വെക്കുകയാണ്. അതിലൊരു തട്ട് കൊടുത്താലും ആ നൂലിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ നമുക്കറിയാം അല്ലേ, സോളിഡ് ആയിട്ടുള്ള നൂലാണ്. അതിലൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇവിടുന്ന് ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യാൻ ചെയ്യുന്നത്? ഇത് മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. നമുക്കപ്പോൾ എന്ത് ചെയ്യും? തോന്നും അത് മൂവ് ചെയ്യുന്നതായിട്ട് അല്ലേ. സത്യത്തിലൂടെ മൂവ് ചെയ്യുന്ന ആരാണ്? ഇവിടെ എനർജിയാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലേക്ക് ഊർജ്ജം അഥവാ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു? അവിടെയുള്ള പാർട്ടിക്കിളുകളുടെ ഓസിലേഷനിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് വേവ് മോഷൻ. വെള്ളത്തിൽ കാണുന്ന വേവ്. ഇനി അത് മാത്രമാണോ വേവ്? അല്ല. നമ്മൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന റേഡിയോ വേവ് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഭൂമിയിൽ നിന്ന് വരുന്ന സീസ്മിക് വേവ്, പ്രകാശം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു, ശബ്ദം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു, വെള്ളത്തിൻ്റെ സർഫസിൽ ഉണ്ടാകുന്ന റിപ്പിൾസ്, ഓളങ്ങൾ, ഇതെല്ലാം എന്ത് തന്നെയാണ്? വേവ്സ് തന്നെയാണ്. ഇവിടെ എല്ലാം എന്ത് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനെയാണ് നമ്മൾ വേവ് മോഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വേവ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. മീഡിയം വേണം എന്നുള്ള വേവും മീഡിയം വേണ്ട എന്നുള്ള വേവും. മീഡിയം വേണം വേണ്ട, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ സൂര്യൻ എന്ന് പറയുന്ന സ്റ്റാർ. സൂര്യൻ അങ്ങ് ബഹിരാകാശത്തിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഭൂമി ഇരിക്കുകയാണ് അല്ലേ. നമുക്കറിയാം ഈ ഭാഗത്തിന് നമ്മൾ സ്പേസ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. സ്പേസ്, ശൂന്യ ആകാശം എന്നാണ് വിളിക്കുന്നത്. കാരണം ഇവിടെ എന്താണ്? ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഇവിടെ കംപ്ലീറ്റ് എന്താണ്? വാക്യൂമാണ് അല്ലേ. എന്താണ്? വാക്യൂമാണുള്ളത് അല്ലേ. ശൂന്യതയാണ്, അവിടെ ഒന്നും തന്നെ ഇല്ല. ചിലപ്പോൾ നിങ്ങൾ ടീച്ചർ പറയാം ഇതിൻ്റെയൊക്കെ തലയ്ക്കകത്തൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന പോലെ ഈ പറയുന്ന അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ ഇവിടെ നിന്നുള്ള പ്രകാശം എങ്ങോട്ടെത്തുന്നു? ഭൂമിയിലോട്ട് എത്തുന്നു. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു മീഡിയം ഉണ്ടോ? ഇല്ല, ഇവിടെ ഒരു മീഡിയവും ഇല്ല. പക്ഷേ മീഡിയം ഇല്ലാഞ്ഞിട്ടും പ്രകാശം എന്ത് ചെയ്യുന്നു? വേവിൻ്റെ രൂപത്തിൽ നമ്മുടെ ഭൂമിയിലോട്ട് എത്തുന്നു. അപ്പോൾ പ്രകാശത്തിന് മീഡിയം വേണോ? വേണ്ട. അപ്പോൾ ഇത്തരത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം വേണ്ടാത്ത വേവ്സിനെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് വിളിക്കും. പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് അല്ലേ. ഇലക്ട്രിസിറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോടെ?
അനുഭവിക്കുക അതിൻ്റെ എഫക്റ്റ്. പക്ഷെ കണ്ടിട്ടുണ്ടോ? ഇല്ല. മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാന്തം വയ്ക്കുമ്പോൾ അട്രാക്ട് ചെയ്യാൻ റിപ്പൽ ചെയ്യും, പക്ഷെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ കാണുന്നില്ലെങ്കിൽ അവിടെ എന്താണ്? അവിടെ മീഡിയം ഒന്നും ഇല്ല എന്ന് ചുമ്മാ അതങ്ങ് ഓർത്ത് വെച്ചോ, കൺഫ്യൂഷൻ മാറ്റാനായിട്ട്. അപ്പോൾ മീഡിയം ഇല്ല അല്ലേ? ഇലക്ട്രിക്കൽ ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അത് മീഡിയമായിട്ട് നമ്മൾ കൂട്ടണ്ട. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊപ്പഗേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം വേണ്ടാത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. എന്നാൽ വേണ്ടതാണ് എന്ത്? മെക്കാനിക്കൽ വേവ്സ് അല്ലേ? മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ കാണുന്നതാണ്, അതൊക്കെ ഉള്ളതാണ്, അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മീഡിയം വേണമെന്നുള്ളത് മെക്കാനിക്കൽ, വേണ്ടാത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാ കണ്ടോ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റേഡിയോ വേവ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? മീഡിയം ആവശ്യമില്ലാത്തതാണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ക്ലാസിഫൈ ചെയ്യാം. മീഡിയം വേണോ റേഡിയോ വേവിന്? മീഡിയം വേണ്ട. അപ്പോൾ അതെന്താണ്? അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. സീസ്മിക് വേവിന് മീഡിയം വേണം. അപ്പോൾ അതെന്താണ്? അതൊരു മെക്കാനിക്കൽ വേവ് ആണ്. ലൈറ്റിന് മീഡിയം വേണ്ട, അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. സൗണ്ടിന് മീഡിയം വേണം, അതൊരു മെക്കാനിക്കൽ വേവ് ആണ്. റിപ്പിൾസ് ഓൺ ദ വാട്ടർ സർഫസിന് മീഡിയം വേണം, അപ്പോൾ അതൊരു മെക്കാനിക്കൽ വേവ് ആണ്. ഇങ്ങനെ നമുക്ക് വേവ്സിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു, മീഡിയം വേണ്ടാത്തവ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നും മീഡിയം വേണമെന്നുള്ളതിന് നമ്മൾ മെക്കാനിക്കൽ വേവ് എന്നും വിളിക്കുന്നു. ഡെഫിനിഷൻ നോക്കാം. എന്താണ് അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്? റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമാ റേ. ഇത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്ത് പഠിക്കുന്നതാണ്, നമുക്ക് പിന്നീട് പഠിക്കാം. അത് ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. നമ്മൾ റേഡിയോ വേവ്, നമ്മൾ മൈക്രോവേവ്, ഓവനകത്ത് ഉപയോഗിക്കുന്ന മൈക്രോവേവ് എന്ന് മനസ്സിലാക്കുക. റിമോട്ടിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേ അല്ലെ, എക്സ്റേ സ്കാനിങ് എടുക്കുന്ന എക്സ്റേ, പിന്നെ ഗാമാ റേസ് ഒക്കെ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ഉദാഹരണമാണ്. ദേ ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. അവർക്ക് ട്രാൻസ്മിഷൻ നടത്താൻ മീഡിയം വേണ്ട. മനസ്സിലായല്ലോ? അപ്പോൾ മെക്കാനിക്കൽ വേവ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ദോസ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. അവർക്ക് എന്ത് വേണം? പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമാണ്. അവരെ നമ്മൾ മെക്കാനിക്കൽ വേവ് എന്ന് വിളിക്കും. ഇനിയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വിട്ട് ഇനി നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക്കിൽ നമ്മൾ ആരെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്? മെക്കാനിക്കൽ വേവിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. മെക്കാനിക്കൽ വേവിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നും മറ്റൊന്ന് ട്രാൻസ്വേഴ്സ് വേവ് എന്നും. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നും ട്രാൻസ്വേഴ്സ് വേവ് എന്നും. അപ്പം നോക്കാം, ഞാൻ ആദ്യം എൻ്റെ കാര്യം പറഞ്ഞത് എന്നിട്ട് വിശദീകരിക്കാൻ പോവാം. ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. നമ്മൾ നേരത്തെ സ്പ്രിങ്ങിൻ്റെ കേസ് പറഞ്ഞു അല്ലേ? സ്പ്രിങ്ങിൽ നമ്മളൊരു തട്ട് കൊടുക്കുമ്പോൾ സ്പ്രിങ്ങിലെ പാർട്ടിക്കിൾസ് ഒരിക്കലും മുകളിലോട്ടും താഴോട്ടും അല്ല വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ? അതെന്താണ്? അതിങ്ങനെ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ പോകുന്ന വേവ്സ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും ഇങ്ങോട്ട് തന്നെയാണ്, പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതും ഏതാണ്ട് ഒരേ ദിശയിലാണ് അല്ലേ? ഇങ്ങനെ രണ്ടെണ്ണം ഒരേ ദിശയിൽ വന്നാൽ നമ്മളതിനെ എന്തെന്നാണ് വിളിക്കുന്നത്? പാരലൽ എന്നാണ് വിളിക്കുന്നത് അല്ലേ? അപ്പം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും ഓസിലേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും പാരലൽ ആണെങ്കിൽ അതിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് വിളിക്കും അല്ലേ? ലെങ്ത് എന്ന് പറയുമ്പോൾ വരയൊക്കെ പഠിക്കുമ്പോഴല്ലേ നമ്മൾ പാരലൽ അല്ലേ എന്നൊക്കെ പഠിക്കുന്നത്. അപ്പോൾ പാരലലായി വൈബ്രേറ്റ് ചെയ്യുകയാണ് പാർട്ടിക്കിൾ. അതായത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും വൈബ്രേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും ഒന്നാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കൂടാ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ട്രാൻസ്വേഴ്സ് വേവ്. വളരെ സിമ്പിളാണ്. വെള്ളത്തിലുണ്ടാകുന്ന വേവ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പാർട്ടിക്കിൾ മുകളിലോട്ടും താഴോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ നോക്കി, ഈ മുകളിലോട്ടും താഴോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ട് അല്ലേ? പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെച്ചാൽ അറിയാവോ? നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ എനർജി ഇങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന മുകളിലോട്ടും താഴോട്ട്. നോക്ക്, ഇവർക്കിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മളതിനൊരു പേര് പറഞ്ഞ് വിളിക്കും. എന്താണ്? പെർപെൻഡിക്കുലാർ അല്ലേ? എന്ത് വിളിക്കും? പെർപെൻഡിക്കുലാർ എന്ന് വിളിക്കും. അപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിൻ്റെ ഡയറക്ഷനും പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ ട്രാൻസ്വേഴ്സ് എന്ന് വിളിക്കും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കതിന് വിശദമായി പഠിക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ സ്പ്രിങ്ങിൽ എന്താ പറ്റുന്നത്? നമ്മളൊരു തട്ട് കൊടുക്കുന്നു, ആ സ്പ്രിങ് ഇങ്ങനെ പ്രസ്സാകുന്നു. അങ്ങനെ പ്രസ്സാകുമ്പോൾ നമ്മളതിനെ കംപ്രസ് ആകുന്നു എന്ന് ഓർത്ത് വയ്ക്കാമല്ലോ. അപ്പോൾ നമ്മളതിനെ എന്ത് വിളിക്കും? കംപ്രഷൻ എന്ന് വിളിക്കും. എന്നാൽ കംപ്രഷനായി കഴിഞ്ഞ ഉടനെ അടുത്ത് എന്ത് ചെയ്യും? അത് എക്സ്പാൻഡ് ചെയ്യും അല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് റെയർ ഫാക്ഷൻ. എന്താണ്? റെയർ ഫാക്ഷൻ. അപ്പോൾ കംപ്രഷനും റെയർ ഫാക്ഷനും. അപ്പോൾ കംപ്രഷൻ നടക്കുന്നത് അകത്തോട്ടാണെങ്കിൽ റെയർ ഫ്രാക്ഷൻ നടക്കുന്നത് പുറത്തോട്ടാണെങ്കിൽ രണ്ടിൻ്റെയും ഡയറക്ഷൻ നേരെയാണ്, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ദിശയും നേരെയാണ്. അപ്പോൾ ഇവർ പരസ്പരം എന്താണെടാ? നമ്മൾ പരസ്പരം പാരലലാണ്. അങ്ങനെ
അങ്ങനെ പാരലലായി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ്സിനെ വിളിക്കുന്ന പേര് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഒന്നുകൂടി പറഞ്ഞേ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആർ ദോസ് ഇൻ വിച്ച് പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്, ദെൻ ദാറ്റ് ഈസ് കോൾഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കംപ്രഷനും റയർ ഫ്രാക്ഷനിലൂടെ, കംപ്രഷനും റയർ ഫ്രാക്ഷനിലൂടെ, അല്ലെങ്കിൽ ഹൈ പ്രഷറും ലോ പ്രഷറും, ഹൈ പ്രഷറും ലോ പ്രഷറും, ഹൈ പ്രഷറും ലോ പ്രഷറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ മനോഹരമായ ശബ്ദം. ശബ്ദം എന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്. ശബ്ദം എന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്. അപ്പോൾ എന്ത് പറ്റും? വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ആർ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. വീണ്ടും വീണ്ടും മനസ്സിലാവാനാണ് പോയിന്റ് വീണ്ടും പറയുന്നത് അല്ലേ. അപ്പോൾ എന്താ ശബ്ദം സംഭവിക്കുന്നത്? ഒരു ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ എടുത്തു. ട്യൂണിംഗ് ഫോർക്ക് എടുത്തിട്ട് ഒരൊറ്റ അടി കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ശബ്ദം ഇങ്ങനെ എല്ലാ ദിശയിലോട്ടും അല്ലേടാ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഒരു അടി കൊടുക്കുമ്പോൾ ഈ പറയുന്ന ട്യൂണിംഗ് ഫോർക്ക് എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. അത് തൊട്ടടുത്തുള്ള എയറിനെ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ എയർ ഇങ്ങനെ എല്ലാ ദിശയിലോട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യും അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ട്യൂണിംഗ് ഫോർക്ക് തട്ടുമ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന കൂട്ടുകാരനും കേൾക്കാൻ പറ്റും, ഇവിടെ നിൽക്കുന്നവനും കേൾക്കാൻ പറ്റും, ഇവിടെ നിൽക്കുന്നവനും കേൾക്കാൻ പറ്റും, അത് തട്ടുന്നവനും കേൾക്കാൻ പറ്റും, 4 ദിശയിലും അല്ലേ. 360 ഡിഗ്രിയിലും എന്ത് ചെയ്യും? അത് സ്പ്രെഡ് ചെയ്ത് പോകും. അതാണ് എന്തെന്ന് പറയുന്നത്? ശബ്ദം എന്ന് പറയുന്നത് അല്ലേ. ദ സൗണ്ട് സോഴ്സ് വൈബ്രേറ്റ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്? സൗണ്ട് സോഴ്സ് വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും? ട്യൂണിംഗ് ഫോർക്ക് ആയിക്കോട്ടെ, സ്പീക്കർ ആയിക്കോട്ടെ, അതെന്ത് ചെയ്യും? ഇറ്റ് പുഷസ് ആൻഡ് പുൾസ് ദ നിയർ ബൈ എയർ പാർട്ടിക്കിൾസ് അല്ലേ. തൊട്ടടുത്തുള്ള എയറിനെ എന്ത് ചെയ്യും? നല്ല എക്സാമ്പിൾ എന്താണെന്നറിയാമോ? സ്പീക്കർ എടുത്ത് വെച്ചിട്ട് സ്പീക്കറിന് മുകളിൽ ഒരു തെർമോക്കോളിന് തരിയിട്ട് നോക്കി, ആ പറയുന്ന ബാസ് അല്ലേ, നമ്മളെ ഇടി ഇടും ഇപ്പം നമ്മളെ കുറേ ബസ്സൊക്കെ ഉണ്ടല്ലോ, കൊമ്പനും അങ്ങനെ കുറേ ബസ്സൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ബസ് പ്രേമികളൊക്കെ ഉണ്ടല്ലോ അല്ലേ, നമ്മൾ MVD പിടിച്ച് വെള്ള പെയിൻ്റൊക്കെ അടിപ്പിച്ച് വിട്ട ബസ്. അതിനകത്തൊക്കെ കയറുമ്പോൾ നല്ല ഹൈ ബാസിൽ പാട്ടൊക്കെ ഇടുമ്പോൾ എന്ത് പറ്റും? ആ ദും 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 എന്ന് സൗണ്ട് കേൾക്കത്തില്ലേ. ആ ദും ദും എന്താണ്? ഹൈ പ്രഷറും ലോ പ്രഷറും, ഹൈ പ്രഷറും ലോ പ്രഷറുമായിട്ട് എയർ വൈബ്രേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. ആ പറയുന്ന ഹൈ ബാസിൽ സൗണ്ട് ഇടുമ്പോൾ ജനൽ ചില്ലുകളൊക്കെ വൈബ്രേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ എന്താ? എയറിലൂടെ ഈ വൈബ്രേഷൻ വരുന്നതാണ്, ഇങ്ങനെ വന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു, അങ്ങനെ വരുന്നതാണ് സൗണ്ട് പാർട്ടിക്കിൾസ്. അപ്പോൾ എന്ത് പറ്റും? എന്താ? പാർട്ടിക്കിൾസ് ആർ പുഷ്ഡ് ടുഗെദർ. എന്തുണ്ടാകും? കംപ്രഷൻ. ആ പോയിന്റ് ഓർത്തോളണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ലോഞ്ചിറ്റ്യൂണൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വെച്ചാൽ കംപ്രഷൻ അഥവാ ഹൈ പ്രഷർ റീജിയണും അതുപോലെ എന്താണ് എവേ ആയിട്ട് പുള്ളി ചെയ്യുമ്പോൾ എന്ത് പറ്റും? റയർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ലോ പ്രഷർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളണം. ഹൈ പ്രഷർ ലോ പ്രഷർ കംപ്രഷൻ റയർ ഫ്രാക്ഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സൗണ്ട് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇത് എല്ലാ ദിശയിലോട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യും. അങ്ങനെ എനർജി എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെ ഈ പറയുന്ന ആൾട്ടർനേറ്റ് കംപ്രഷൻ റയർ ഫ്രാക്ഷനിലൂടെയാണ് ശബ്ദം നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നത്. ഇതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, ലോഞ്ചിറ്റ്യൂണൽ വേവ് എന്താണ്? പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നു. എങ്ങനെ? പാരലലായി വൈബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല ഉദാഹരണമായിട്ടുള്ള നമ്മൾ ശബ്ദത്തെ പറ്റി പറയുന്നത്. ശബ്ദം കംപ്രഷൻ അല്ലെങ്കിൽ ഹൈ പ്രഷർ ആയിട്ടും അതുപോലെ തന്നെ റയർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ എന്താണ് ലോ പ്രഷർ ആയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്? പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് നോക്കാം ട്രാൻസ്വേഴ്സ് വേവ്. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്? പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഒരു ആണി അടിച്ചിട്ട് ഒരു സ്പ്രിങ് വെച്ചിട്ട് അതിലൊരു നൂല് ഇങ്ങനെ കെട്ടാൻ പറഞ്ഞിട്ട് നിങ്ങളടുത്ത് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? ആ സ്പ്രിങ്ങിനെ ഡിങ് 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 പ്രസ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും? നിങ്ങൾ പ്രസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? മുകളിലോട്ടും താഴോട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇങ്ങനെ ഡിങ് 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 എന്ന വേവ് അല്ലെങ്കിൽ എനർജി ഈ ദിശയിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. പക്ഷേ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? അത് മുകളിലോട്ടും താഴോട്ടുമാണ്. അപ്പോൾ മുകളിലോട്ടും താഴോട്ടുമാണ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടാണെങ്കിൽ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും? നമ്മൾ പെർപെൻഡിക്കുലാർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലാർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്സ് ഈസ് കോൾഡ് ട്രാൻസ്വേഴ്സ് വേവ്. കണ്ടോ, ഇങ്ങനെ 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 പോകും. അങ്ങനെയാണെങ്കിൽ അതിൽ ഈ പൊങ്ങിയിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, പൊങ്ങിയിരിക്കുന്ന ഭാഗം, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇതിനെ നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നു. താഴ്ന്നിരിക്കുന്ന ഭാഗത്തിന് നമ്മൾ ട്രഫ് എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ട്രഫ് അല്ലെ, ട്രഫ് അല്ലെങ്കിൽ ട്രോ എന്നൊക്കെ പറയും. അപ്പോൾ ട്രഫ് അല്ലെങ്കിൽ ട്രോ നിങ്ങൾക്ക് എന്ത് വേണോ പറയാം, സ്പെല്ലിംഗ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ക്രസ്റ്റും ട്രഫും, ഉയർന്ന ഭാഗം ക്രസ്റ്റ്, താഴ്ന്ന ഭാഗം ട്രഫ്, ഉയർന്ന ഭാഗം ക്രസ്റ്റ്, താഴ്ന്ന ഭാഗം ട്രഫ്, ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ്സ് ആണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയും. അപ്പോൾ എന്താ ട്രാൻസ്വേഴ്സ് വേവ്? The particle of the medium vibrate perpendicular to the direction of propagation of the waves is called a transverse wave. ഈ ട്രാൻസ്വേഴ്സ് വേവിലെ എലിവേറ്റഡ് ആയിട്ടുള്ള പൊസിഷൻ, ഉയർന്ന പൊസിഷൻ നമ്മൾ ക്രസ്റ്റ് എന്നും താഴ്ന്ന പൊസിഷൻ നമ്മൾ ട്രഫ് എന്നും വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇത്രയും പറയുമ്പോൾ നമ്മുടെ മെക്കാനിക്കൽ വേവ് തീരെയാണ്. ഇവിടെ നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെ പറഞ്ഞ് നമ്മൾ ഇന്ന് നിർത്തുന്നു. അപ്പോൾ നോക്കാം,
ഇപ്പോൾ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട് അല്ലേ, എന്തൊക്കെ തന്നിട്ടുണ്ട്, കുറേ പോയിന്റ് തന്നിട്ട് ഇത് ലോഞ്ചിറ്റ്യൂഡിനും ട്രാൻസ്വേഴ്സുമായിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലത്തെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ, പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം 90 ഡിഗ്രി എങ്ങോട്ട് പോകും, ട്രാൻസ്വേഴ്സിലോട്ട് പോകും. എങ്ങോട്ട് പോകും, ട്രാൻസ്വേഴ്സ്. കംപ്രഷനും റെയർഫ്രാക്ഷനുമായിട്ട് പോകുന്ന ആരാണ്, ലോഞ്ചിറ്റ്യൂഡിലാണ്. പ്രഷർ വേരിയേഷൻ ഉണ്ടാക്കുന്ന ആർക്കാണ്, ലോഞ്ചിറ്റ്യൂഡിലാണ്. ക്രസ്റ്റും ട്രഫുമായിട്ട് പോകുന്ന ആരാണ്, ട്രാൻസ്വേഴ്സ് ആണ്. പാരലായി പോകുന്നത് ആരാണ്, ലോഞ്ചിറ്റ്യൂഡിലാണ്. നോ പ്രഷർ വേരിയേഷൻ ഒക്കർ ഇൻ ദ മീഡിയം ആണെങ്കിൽ അത് ഏതാണ്, ട്രാൻസ്വേഴ്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ടേബിളിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ പാരലായി വൈബ്രേറ്റ് ചെയ്യുന്നു ലോഞ്ചിറ്റ്യൂഡിനൽ, പെർപെൻഡിക്കുലറായി വൈബ്രേറ്റ് ചെയ്യുന്നു ട്രാൻസ്വേഴ്സ്. നിങ്ങൾ ടി എന്ന് എഴുതുമ്പോൾ തന്നെ ആലോചിച്ചാൽ മതി, കണ്ടോ, ട്രാൻസ്വേഴ്സ് ഒരു വെട്ടാണ് അല്ലേ. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ പെർപെൻഡിക്കുലറായിട്ട് പോകുന്നത് ട്രാൻസ്വേഴ്സ്, നേരെ ലെങ്ത് ആയിട്ട് പോകുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെ. കംപ്രഷനും റെയർഫ്രാക്ഷനും ഹൈ പ്രഷറും ലോ പ്രഷറുമായിട്ട് പോകുന്നു. എന്നാൽ ട്രാൻസ്വേഴ്സ് ക്രസ്റ്റും ട്രഫുമായിട്ട് പോകുന്നു. പ്രഷർ വേരിയേഷൻ ഒന്നും തന്നെ ഇല്ല. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. എന്നാൽ അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ കൂടെ ഞാനിത് ഉൾപ്പെടുത്താത്ത എന്താണെന്ന് വെച്ചാൽ, അത് ഇപ്പോൾ കുറേ നേരമായിട്ട് ക്ലാസ് കാണുകയാണ്, നിങ്ങളുടെ ഒരു ശ്രദ്ധിക്കാനുള്ളൊരു കഴിവൊക്കെ കുറഞ്ഞിട്ടുണ്ടാകും, ഉറക്കം വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ക്ഷീണം വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ക്ഷീണത്തോടെ ഇരുന്ന് ഈ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചാൽ തലയിൽ കയറില്ല. ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യമാണ്. അതായത് ഒരു വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി എന്താണ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പീരീഡ് എന്താണ് പഠിച്ചു കഴിഞ്ഞു. വേവ് ലെങ്ത് എന്താണ്, സ്പീഡ് എന്താണ് എന്നിങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ഇനി പഠിക്കാനുള്ളത്. അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കണമെന്നുള്ളത് കൊണ്ട് ഞാനത് അടുത്ത ക്ലാസ്സിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഈ ഒരു റിലേഷൻ വരെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ കുറച്ച് ചോദ്യമൊക്കെ വരും, അത് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് നമുക്ക് പഠിക്കാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.